നമസ്കാരം. സഞ്ജു വെറും 15 പന്തിൽ 24 റൺസ് നേടിയതിനാണോ ഇത്ര ഹൈപ്പെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് മറുപടി ഇങ്ങനെയാണ്. സഞ്ജുവിൻ്റെ ഇന്നിങ്സിനെയാണ് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഇപ്പോൾ പ്രശംസ കൊണ്ട് മൂടിയിരിക്കുന്നത്. ചെന്നൈയിൽ ഡഗ്ഔട്ടിൽ വെച്ച് ഗംഭീർ സഞ്ജുവിനെ അഭിനന്ദിക്കുന്നതിൽ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു സഹതാരം അഭിഷേകിനൊപ്പം ചേർന്ന് 3.4 ഓവറിൽ 48 റൺസിൻ്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി. ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടാണിത്. നേരിട്ട രണ്ടാം പന്തിൽ തന്നെ 6 പറത്തിക്കൊണ്ടാണ് സഞ്ജു ആവേശത്തിന് തിരികൊളുത്തിയത്. പിന്നീട് ഒരു 6ഉം ഒരു ബൗണ്ടറിയും കൂടി ഉൾപ്പെടെയാണ് 15 പന്തിൽ 24 റൺസ് എടുത്ത ശേഷമാണ് താരം 4ാം ഓവറിൽ പുറത്തായത്. മുൻ മത്സരങ്ങളിൽ ആദ്യ ഓവറുകളിൽ വിക്കറ്റ് നഷ്ടപ്പെട്ട് സമ്മർദ്ദത്തിലായ ഇന്ത്യക്ക് മികച്ച അടിത്തറ പാകിയത് സഞ്ജുവിൻ്റെ ഈ വെടിക്കെട്ട് പ്രകടനം തന്നെയായിരുന്നു. അഭിഷേകിന് നിലയുറപ്പിക്കാൻ അവസരം നൽകിക്കൊണ്ട് തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ചത് ടീമിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിച്ചു എന്ന് പരിശീലകരും വിലയിരുത്തിയിട്ടുണ്ട്. ബൗളിംഗ് കോച്ച് മോണി മോർക്കൽ ഉൾപ്പെടെയുള്ളവരും സഞ്ജുവിനെ അഭിനന്ദിച്ചു. ഈ ലോകകപ്പിൽ 2ാം തവണ മാത്രമാണ് സഞ്ജുവിന് പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചത്. ടോസിന് ശേഷം സഞ്ജു ടീമിലുണ്ടെങ്കിലും കീപ്പറായി കളിക്കുമെന്നും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചെന്നൈയിലെ കാണികൾ ആവേശത്തിലായിരുന്നു. ആ ആവേശം കെടാതെ സൂക്ഷിച്ച സഞ്ജു ഓപ്പണറായി ഇറങ്ങുകയും 15 പന്തിൽ 24 റൺസ് നേടിക്കൊണ്ട് ടീമിന് മികച്ച തുടക്കം നൽകുകയും ചെയ്തു. ഈ ഒരു തുടക്കമാണ് പിന്നീട് വന്ന സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അതേപോലെ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ എന്നിവരുടെ മികച്ച ബാറ്റിങ്ങിന് സഹായകരമായിട്ടുള്ളത്. മികച്ച തുടക്കം കിട്ടിയതുകൊണ്ട് തന്നെ പിന്നീട് വന്നവർക്ക് ഒന്നും നോക്കേണ്ടി വന്നില്ല, തകർത്തടിക്കുകയായിരുന്നു. തിലക് വർമ്മയ്ക്ക് കഴിഞ്ഞ കളിയിൽ റൺസ് എടുക്കാത്തതിന് ഒട്ടേറെ പഴികൾ കേൾക്കേണ്ടി വന്നത് ഈ ഒരൊറ്റ മത്സരത്തോടു കൂടി തിലക് മാറ്റിമറിച്ചു. വെറും 16 പന്തിലാണ് അദ്ദേഹം 44 റൺസ് അടിച്ചുകൂട്ടിയത്. 270 സ്ട്രൈക്ക് റേറ്റ് എന്ന ഏറ്റവും മുന്തിയ സ്ട്രൈക്ക് റേറ്റാണ് ഇന്നലെ തിലക് വർമ്മയുടേത്. ഒരു പന്ത് കൂടി നേരിട്ടിരുന്നെങ്കിൽ അദ്ദേഹം 17 പന്തിൽ 50 അടിച്ച് ചരിത്രത്താളുകളിലേക്ക് നടന്നു കയറിയനെ. ഇന്നലത്തെ ഇന്നിങ്സോടുകൂടി തിലക് വർമ്മയ്ക്കെതിരെയുള്ള എല്ലാ അഭിപ്രായവും മാറി മറിയുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇന്നലെ തിലക് വർമ്മ പുറത്തെടുത്തത്. അടുത്ത കളിയിലും തിലക് വർമ്മ ഈ ഫോം തുടരുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസിനെയും മികച്ച രീതിയിൽ തോൽപ്പിച്ച് ഇന്ത്യക്ക് സെമിയിലേക്കുള്ള സാധ്യത തെളിഞ്ഞിട്ടുണ്ട്. കാരണം സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെതിരെ തകർപ്പൻ വിജയം നേടിയതാണ് ഇന്ത്യക്ക് സെമിയിലേക്കുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, അതിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.